അല്ലെങ്കിലും കുറച്ച് കഴിഞ്ഞെന്നേ ഉള്ളൂ. പറയേണ്ടത് പറഞ്ഞു എന്ന് വേണം പറയാൻ. എൻഡിഎയുടെ സഖ്യകക്ഷിയായ സുഹൽദേവ് ബഹുജൻ സമാജ്വാദ് പാർട്ടിയുടെ നേതാവ് ഓം പ്രകാശ് രാജ്ഭർ തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: BJPയുടെ വർഗീയതയുണ്ടാക്കുന്ന BJPയുടെ നേതാക്കന്മാരെ പച്ചക്ക് കത്തിച്ചു കളയണമെന്നാണ്. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നുവെങ്കിൽ ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ ചിലപ്പോൾ BJPക്കകത്ത് ഉണ്ടായേനെ. അദ്ദേഹം ഉത്തർപ്രദേശിലെ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ്. OBCയിലേക്ക് 27% ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് BJPയുടെ നേതൃത്വങ്ങളെ സമീപിച്ചപ്പോൾ തണുപ്പൻ പ്രതികരണമായിരുന്നു BJPയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ആ വിഷയവുമായി സംസാരിക്കവെയായിരുന്നു ഇത്തരത്തിലുള്ള പരാമർശവുമായി ഓം പ്രകാശ് രാജ്ഭർ വന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: BJPയുടെ നേതാക്കന്മാരുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ പൂവണിയാൻ വേണ്ടി അവർ മതവർഗീയതയുണ്ടാക്കുന്നു. അതിനുവേണ്ടി പാവം പ്രവർത്തകരെ ബലിയാടാക്കുന്നു. അവർ ആക്രമണത്തിന് ഇരയാക്കപ്പെടുകയും ഒടുവിൽ അവർ കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി രാഷ്ട്രീയത്തെ വളർത്തുകയാണ് അവർ ചെയ്യുന്നത്. അതായത് അവരിലൂടെ സ്വതാൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും അതിലൂടെ നേട്ടമുണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് രാജ്ഭർ തുറന്നു പറഞ്ഞിട്ടുള്ളത്. അത്തരക്കാരായിട്ടുള്ള BJPയുടെ നേതാക്കന്മാരെ പച്ചക്ക് കത്തിച്ചു കളയണമെന്നാണ് രാജ്ഭർ പറയുന്നുള്ളത്. ഇത് ഏറ്റവും വലിയ രീതിയിൽ പറഞ്ഞാൽ പ്രശംസനീയമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇങ്ങനെയുള്ള തുറന്നു പറച്ചിൽ BJPയുടെ സഖ്യകക്ഷികളിൽ നിന്ന് ഉണ്ടായാൽ തന്നെ ചിലപ്പോൾ മാറ്റങ്ങൾ അവരിൽ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ഉത്തർപ്രദേശിലെ അവസ്ഥ നോക്കിയാൽ വ്യക്തമാണ്. അതും ഉത്തർപ്രദേശിലെ സഖ്യകക്ഷിയായിട്ടുള്ള ഒരു മന്ത്രി ഇങ്ങനെ തുറന്നു പറയുമ്പോൾ വ്യക്തമാകുന്നത് യോഗി ആദിത്യനാഥ് എന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ക്രൂരതയുള്ള മുഖഭാവങ്ങളാണ്. അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, UPയിൽ യോഗി ആദിത്യനാഥ് ചെയ്തു കൂട്ടിയത് മതത്തെ മുൻനിർത്തിയിട്ടുള്ള രാഷ്ട്രീയമാണ്. ഏതെങ്കിലും ഒരു സംസാര വിഷയത്തിൽ അല്ലെങ്കിൽ യോഗത്തിൽ ഉത്തർപ്രദേശിലെ ഭരണത്തിന്റെ മേന്മകളെ കുറിച്ച് ചോദിക്കുമ്പോൾ മതത്തിനെ പറഞ്ഞ് രാഷ്ട്രീയം കളിക്കുന്ന ഒരു നിലപാടാണ് യോഗി ആദിത്യനാഥ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് രാജ്ഭർ പറയുന്നുള്ളത്. വ്യക്തമായി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വ്യക്തമാണ്, ഉത്തർപ്രദേശ് രാഷ്ട്രീയം കലക്കം മറിഞ്ഞിരിക്കുകയാണ്. BJPക്ക് എന്തുകൊണ്ടും കനത്ത തിരിച്ചടി നൽകാനുള്ള സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയിൽ ഉണ്ടാകുമ്പോൾ സഖ്യകക്ഷിയായിട്ടുള്ള അപ്നാദൾ, അതായത് 9 MLAമാരും 2 MP മാരുമുള്ള അപ്നാദൾ അടക്കം NDAയുടെ സഖ്യകക്ഷിയിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്ന സാഹചര്യത്തിൽ സുഹൽദേവ് ബഹുജൻ സമാജ്വാദ് പാർട്ടി 4 MLAമാരുള്ള സുഹൽദേവ് ബഹുജൻ സമാജ്വാദ് പാർട്ടിയും മാറി നിന്ന് കഴിഞ്ഞാൽ BJP വട്ടപൂജ്യമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.